ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. സീസണിലെ ഏറ്റവും ദയനീയമായി നിൽക്കുന്ന ഒരു ടീമിനോട് തോൽക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. നമ്മളൊക്കെ അത് ഒരുപാട് അനുഭവിച്ചതാണ്. എന്നും പറഞ്ഞ് റേസിസത്തിന്റെ വിഷം തുപ്പുന്നവന്മാരെ വിളിക്കേണ്ട റേസിസ്റ്റുകൾ എന്നാണ്. അതേപോലെ തന്നെ രാജ്യത്തെ പൂന്തോട്ട നഗരിയെ പ്രതിനിധാനം ചെയ്യുന്ന, ബാംഗ്ലൂരുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ക്ലബിന്റെ ആരാധക കൂട്ടായ്മ FUCK സിംബലുകളും അതേപോലെ റാഗി ഗുത്ത പോലുള്ള വംശീയാധിക്ഷേപങ്ങളും ഉപയോഗിക്കുന്നത് ആദ്യമൊന്നുമല്ല, പലതവണ ഉപയോഗിച്ചതാണ്. വീണ്ടും അതിന്റെ ആവർത്തനമാണ് കണ്ടത്. അങ്ങനെയുള്ളവന്മാരെ അടക്കി നിർത്തലാണ് വേണ്ടത്. അതേപോലെ തന്നെ അങ്ങനെയുള്ളവരെ വിളിക്കേണ്ടത് ദ ബ്ലൂസ് എന്നല്ല, തെമ്മാടിപ്പട എന്നാണ്. ഇത്രയെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്ലോളോ എൻഡി എന്ന് പറയുന്ന ഒരു താരത്തിന് നേരെ നീ മൃഗശാലയിൽ പോടാ, നീ മൃഗമല്ലേ എന്ന രീതിയിൽ ഒരുത്തൻ വംശാധിക്ഷേപം ഉന്നയിക്കുകയാണ്. അവനെ വിളിക്കേണ്ടത് റേസിസ്റ്റ് എന്നാണ്. അവൻ അങ്ങനെ റേസിസം പ്രചരിപ്പിക്കാൻ അവനെ ആരാ ലൈസൻസ് നൽകി? ഇത്രയെല്ലാം ചെയ്തിട്ടും വിഷ്വലുകളെല്ലാം അവൈലബിൾ ആയിട്ടും ISLന്റെ ഉണ്ടെന്ന് പറയുന്ന ക്യാമറകളുടെ കണ്ണിൽ എന്താ സാറന്മാരെ, കൂളിംഗ് ഗ്ലാസ് ആണോ? ഫോർമലായിട്ട് ബ്ലാസ്റ്റേഴ്സ് കംപ്ലൈന്റ് റിട്ടേൺ ചെയ്തിട്ടും ഫയൽ ചെയ്തിട്ടും AIFFന്റെ മേലാളന്മാരെ നിങ്ങൾ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ക്ലബ്ബ് അടുത്ത മത്സരങ്ങളിൽ കളിക്കേണ്ടത് ആളൊഴിഞ്ഞ ഗാലറിയാണ്, ക്ലോസ് ഡോർ മാച്ചാണ് കളിക്കേണ്ടത്. ഇങ്ങനെ വിട്ടുകൊടുത്താൽ കാത്തിരിക്കണം സാറന്മാരെ. ഇന്ത്യൻ ഫുട്ബോളിന്റെ പതനത്തിലേക്കാണ് ആ പോക്ക്. ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വിദേശ താരങ്ങൾ ഇങ്ങനെ വംശീയതയെ പേടിച്ചിട്ട് വരാതിരിക്കുന്ന കാലം എൻ്റെ സാറന്മാരെ വിദൂരത്തല്ല. ഇനിയെങ്കിലും പിഴച്ച പൊളിച്ച ഈ മൈൻഡ് സെറ്റ് ഉള്ളവരെ നിയന്ത്രിക്കാൻ നമ്മുടെ സംവിധാനങ്ങളും ഗെയിമിനകത്തും പുറത്തുമുള്ള നമ്മുടെ നിയമങ്ങളും ശക്തമായ തീരൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും CTalks_107 നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.